മാർച്ച് 2 നോമ്പിൻ്റെ രണ്ടാം ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്ക 6:36 മുതൽ 38 വരെ വാക്യങ്ങൾ. ഒരു പുരോഹിതൻ വളരെ വിഷാദത്തിലായി ജീവിതം അവസാനിപ്പിക്കാൻ ആലോചിച്ചു. അദ്ദേഹം ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്ന് ചാടി മരിക്കാൻ പദ്ധതിയിട്ടു. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു പുരോഹിത സുഹൃത്തിൻ്റെ വീട്ടിൽ വിട പറയാൻ അയാൾ തങ്ങി. തൻ്റെ ദുഃഖകരമായ ജീവിതത്തിൻ്റെ കഥ അയാൾ അവനോട് പറഞ്ഞു. താൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അതുപോലെ ജനങ്ങളിൽ നിന്നും എങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും ലംഘിച്ചു. ഇപ്പോൾ അവൻ്റെ കുറ്റബോധം ദൈവത്തിന് പോലും ക്ഷമിക്കാൻ കഴിയാത്തത്ര വലുതായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വൈദികൻ അവനോട് പറഞ്ഞു, എന്നാൽ ദൈവത്തിൻ്റെ കരുണ അളക്കാനാവാത്തത്ര വലുതാണെന്ന് താങ്കൾക്കറിയാമല്ലോ. അവനെപ്പോഴും നമുക്ക് അവൻ്റെ സ്നേഹം നൽകുന്നു. നമ്മളത് സ്വീകരിക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ടും ആ പുരോഹിതന് ആശ്വാസം ലഭിച്ചില്ല. അയാൾ പറഞ്ഞു, എൻ്റെ ആത്മാവ് ദ്വാരങ്ങൾ നിറഞ്ഞ ഒരു ബക്കറ്റ് പോലെയാണ്. ദൈവം അത് ക്ഷമ കൊണ്ട് നിറച്ചാൽ ഉടൻ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. അവൻ്റെ സുഹൃത്ത് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയ സഹോദര, ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവ് ഒരു ബക്കറ്റ് നിറയെ ദ്വാരങ്ങൾ ഉള്ളതുപോലെ ആയിരിക്കാം. പക്ഷെ അത് ദൈവത്തിൻ്റെ കരുണയുടെ സമുദ്രത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അതിലെത്ര ദ്വാരങ്ങളുണ്ടെങ്കിലും പ്രശ്നമില്ല. കടൽ വെള്ളം പോലെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ബക്കറ്റിനകത്തും പുറത്തും എല്ലാ വശങ്ങളിൽ നിന്ന് അതിനെ ചുറ്റി പറ്റിയിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു നമ്മെ ഉപദേശിക്കുന്നത് തൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവനായിരിക്കാനാണ്. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കരുണയുള്ളവരായിരിക്കുന്നതിൻ്റെ ഒരു അടയാളം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കാം. എന്നിരുന്നാലും യേശു പ്രധാനമായും നമ്മെ വെല്ലുവിളിക്കുകയും മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്നും വിമർശിക്കുന്നതിൽ നിന്നും കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിർദ്ദേശിക്കുകയാണ്. നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോട് നാം ക്ഷമിക്കണം. അയ്യോ, അതത്ര നിസ്സാരമല്ല. നമ്മുടെ സമയവും കഴിവും പണവും എല്ലാം മറ്റുള്ളവർക്ക് നൽകുന്ന എളുപ്പമായിരിക്കാം. എന്നാൽ നമ്മെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരാളോട് ക്ഷമിക്കുന്നത് അത് വലിയൊരു വെല്ലുവിളിയാണ്. നമുക്ക് ക്ഷമിക്കാൻ താല്പര്യമില്ലായിരിക്കാം. ഒരാൾ നമ്മോട് ചെയ്തതിന് അവർ കഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചേക്കാം. എന്നിരുന്നാലും നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ക്ഷമിക്കണം. മറ്റു മാർഗമൊന്നുമില്ല. ഒരുപക്ഷെ നമുക്ക് മറക്കാൻ സാധിക്കില്ല, കാരണം ഓർമ്മ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് കരുണയുള്ളവരായിരിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും തീരുമാനിക്കാം. ഈ പ്രക്രിയയിൽ നമുക്ക് സ്വയം സ്വതന്ത്രരാകാൻ കഴിയും. നമ്മളെല്ലാവരും മറ്റുള്ളവരാൽ വേദനിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ചില ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ഉണ്ടാക്കിയ വേദനയ്ക്ക് ആരെങ്കിലും നമ്മോട് ക്ഷമിച്ചാൽ അത് എത്ര വലിയ ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഇന്ന ആളോട് ക്ഷമിക്കാൻ ഞാൻ ഒരു നടപടിയെടുക്കാൻ തയ്യാറാണോ? ഉടനടി സാധിച്ചെന്ന് വരില്ല, പക്ഷേ നമ്മൾ ആ ആദ്യപടി സ്വീകരിക്കുവാനുള്ള വാതിൽ തുറന്നിടുകയാണ്. ഈ ആദ്യപടി സ്വീകരിക്കാൻ നമുക്ക് ആവശ്യമായ കൃപയ്ക്കായി ഇന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ധൈര്യവും ശക്തിയും ലഭിക്കാനും ക്ഷമയിലേക്ക് നീങ്ങാനും പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മൾ അങ്ങനെ ചെയ്താൽ മറ്റേയാൾ സ്വതന്ത്രനാകും, നമ്മളും സ്വതന്ത്രരാകും. അങ്ങനെ രണ്ടുപേർക്കും ലോകത്തിനും
നമുക്ക് നൽകാൻ സാധിക്കുന്ന വലിയൊരു സമ്മാനമായിരിക്കും അത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.